അങ്കിളെ, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോടുള്ള ദേഷ്യത്തിന് എൻ്റെ അനിയത്തിക്ക് ശിക്ഷ കൊടുക്കാൻ മാത്രം നിങ്ങൾ തരം താഴ്ന്ന ആളല്ലെന്ന് ഞാൻ കരുതുന്നു. ഈ കുടുംബത്തിലുള്ള എല്ലാവരും എന്നെ വന്ന് അനുഗ്രഹിക്കണം. എല്ലാവരും വരണം. ഞാൻ ഇറങ്ങുന്നു. പോട്ടെ. കൺഗ്രാറ്റ്സ് ചേട്ടാ. നല്ലത് വരട്ടെ. താങ്ക്സ് മോളെ. മരുമോളെ, നീ നിന്റെ ചേട്ടനോട് എല്ലാം ഭംഗിയായിട്ട് നടക്കും, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനിടയിൽ നിന്റെ മനസ്സൊക്കെ മാറിയോ? അപ്പോ 2 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ, എന്റെ പൊന്നു ഭഗവാനെ, ഗോവിന്ദ ഗോവിന്ദ. ആ വീട് നമുക്ക് തന്നെ അച്ഛാ. ചില സമയത്തൊക്കെ നമ്മുടെ ശത്രു എന്ന് വിചാരിക്കുന്നവരാ നമുക്ക് ഉപകാരം ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഈ കല്യാണം തടയാൻ നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു വഴി ആ കിളവ് മാത്രം. ഐ മീൻ എന്റെ മുത്തശ്ശൻ. അറിവില്ലാത്തവനാ മോളെ ഞാൻ. ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. മുത്തശ്ശൻ ലവ് മാരേജ് ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. പിന്നെയുള്ളത് അമ്മ. മുത്തശ്ശൻ വരയ്ക്കുന്ന വര കടക്കില്ലെന്ന് മാത്രമല്ല, അതിന്റെ അടുത്തുകൂടെ പോയില്ല. അങ്ങനെയാകുമ്പോ ഈ കല്യാണം എങ്ങനെ നടക്കും? നല്ല കഥ. നിന്റെ ചേട്ടന് നിന്നെ പോലെ വിളിച്ചിറക്കി കല്യാണം കഴിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യാനാണെങ്കിൽ എന്തിനാ 3 വർഷം കാത്തിരുന്നത്? മുത്തശ്ശനോടുള്ള സ്നേഹവും ഭയവും അതുകൊണ്ട് മാത്രം. അത് പോയിന്റ്. അഥവാ ഇനി അവരുടെ കല്യാണം നടക്കുകയാണെങ്കിൽ എന്റെ മുത്തശ്ശനാണ് നമ്മുടെ AK-47. ഇരിക്കുമോളെ, ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ആരേവര്? ഏതോ വനിതാ സംഘത്തിന്റെ ആളുകളാ. സാറിനെ കാണണമെന്ന് പറഞ്ഞു. വഴിയെ പോകുന്ന അലവലാദികളൊക്കെ വിളിച്ച് വീട്ടിലെ സോഫയിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണോ? അവരെ വിളിച്ച് പുറത്ത് കൊണ്ടുപോയിരുത്താൻ നോക്ക്. ശരി മേഡം. അപ്പുറത്ത് പോയിരിക്കാം. എങ്ങോട്ടാ പോകുന്നേ? വരൂ വരൂ, ഇരിക്കൂ. പത്മിനിയമ്മേ, ജ്യൂസ് എന്തെങ്കിലും കൊണ്ടുവരൂ. കൊണ്ടുവരാം സാർ. യെസ്, ഹെൽത്തി ആൻഡ് ടേസ്റ്റി എന്ന ടാഗ് ലൈൻ കൊടുത്തിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോവാ. അത് എത്ര വർഷം നിലനിൽക്കും? ഏകദേശം 1 വർഷം വരെ പോവും. 1 വർഷമൊക്കെ വളരെ കുറവാണ്. കുറച്ചുകൂടെ അതിൽ വർക്ക് ചെയ്യുക. ഓൾറെഡി മാർക്കറ്റിലുള്ള ഭൂരിഭാഗം മസാല പൗഡേഴ്സും 3 മുതൽ 4 വർഷം വരെ നിലനിൽക്കുന്നതാണ്. സോ നമ്മുടേത് അതിനേക്കാളും മേലെ ആയിരിക്കണം. 3 to 4 ഇയേഴ്സോ? അത്രയാകുമ്പോൾ അതിന്റെ ഫ്ലേവേഴ്സ് നഷ്ടപ്പെടില്ലേ? അതുകൊണ്ടല്ലേ കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഐ വിൽ റിവേർട്ട് ബാക്ക് ഓൺ ദാറ്റ്. ഗവൺമെന്റ് പെർമിഷനോടെ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്ത് 3 to 4 ഇയേഴ്സ് വരെ കേടാവാതെ നമുക്കിത് മാനുഫാക്ചർ ചെയ്യാം. വാട്ട്സ് ഇറ്റ് ഗൈസ്? ബെറ്റർ. നിങ്ങൾ അനാഥരായവരെയും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും വെച്ചുകൊണ്ട് ഈ മസാല പൗഡർ ബിസിനസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഗ്രേറ്റ് ആണ്. ഇങ്ങനെയുള്ളപ്പോൾ എനിക്ക് സഹായം ചെയ്യാതിരിക്കാൻ കഴിയുമോ? അതിനു മുൻപായി നിങ്ങളുടെ ഈ സാമ്പാർ പൗഡറിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നൊന്ന് പറയാമോ? സർ, ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചതൊക്കെ പ്യൂർ ഓർഗാനിക്സാ. ഓ ഗ്രേറ്റ്. അത് സ്മെല്ല് ചെയ്യുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് ഇത് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കുന്നതാണെന്ന്. ഇതിൽ കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ചേർത്തിട്ടുണ്ടല്ലേ, അതുകൊണ്ടായി സ്മെല്ല്. ഇതിൽ കെമിക്കൽസും പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയുന്നു. ഇത് ലോങ് ടേമിലേക്ക് ഇതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും സർ. ഞങ്ങൾക്ക് ലാഭമായിട്ട് 5 രൂപ കിട്ടിയാലും അത് മതി. സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം എന്നുള്ളതാ ഞങ്ങളുടെ ലക്ഷ്യം. പറ്റില്ലെന്ന് പറയരുത് സർ. സാറ് കേരളത്തിലെ നമ്പർ 1 ഷെഫാണ്. സാർ ഈ ബ്രാൻഡിന്റെ അംബാസിഡർ ആയാല് ഈ പ്രോഡക്റ്റ് ഉറപ്പായും സക്സസ്ഫുൾ ആവും സർ. അതിലൂടെ എത്രയോ സ്ത്രീകൾക്കത് സഹായമാകും സർ. പ്രോഡക്റ്റിനല്ല വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിന്റെ പാക്കേജിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം.
കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റ് കണ്ട ഉടൻ തന്നെ പിക്ക് ചെയ്യണം. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ തന്നെ നമ്മുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് കൊണ്ടുവരണം. നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി ഒരുപാട് മോഡൽസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഏട്ടാ. സാർ, വേറെ മോഡൽസ് മാത്രം പോരാ, ഹ്യൂജ് ഫോളോവേഴ്സ് ഉള്ള ഏതെങ്കിലും ഒരു ആക്ടറെ കൊണ്ടുപോവാ. നമ്മൾ ഇപ്പൊ തന്നെ ഹീറോയിൻസിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഗുഡ്. സർ, ഫ്രീ ആയിട്ടൊന്നും വേണ്ട സർ, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ തരാം. ശേ, സ്ത്രീകളൊരു സ്വയം തൊഴിൽ കണ്ടെത്തി ചെയ്യുന്നതല്ലേ, അത് തന്നെ സന്തോഷമാണ്. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ പ്രപ്പോസൽ നന്നായിട്ടുണ്ട്, ഞാൻ ഇത് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോ എന്തായി? സന്ധ്യക്ക് അവിടെ ഒരു പ്രശ്നമില്ലല്ലോ? അവള് വീട്ടിൽ കയറിയോ? എല്ലാ കാര്യങ്ങളും സോൾവ് ആയി അമ്മേ. അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അവരൊന്നും പറഞ്ഞില്ലേ? വളരെ നന്നായിട്ട് എന്നെ സ്വീകരിച്ച. കല്യാണക്കാര്യത്തെ കുറിച്ച് വരെ എന്നോട് സംസാരിച്ചു. അതിനുശേഷം എന്താ, ഞാൻ വേറെ ഒരു വഴിയും കണ്ടില്ല. സ്ത്രീയുടെ കാര്യം ഞാനങ്ങ് പറഞ്ഞു. നീ പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിൽ പിന്നെ ചുമ്മാ കല്യാണം എന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് വരില്ലേ. അതുകൊണ്ടാ ഞാൻ അവരുടെ വായം അടച്ചത്. ഇനി അവര് കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുഴപ്പമില്ലല്ലോ. അപ്പോ നിനക്കും ധൈര്യമുണ്ടല്ലോ. അല്ല, എന്റെ ധൈര്യത്തെ പുകഴ്ത്തിയ സർട്ടിഫിക്കറ്റ് ഇവിടെ നിൽക്കാനാണോ പ്ലാൻ, അതോ അമ്മ ധൈര്യം അടിച്ചെന്ന് മുത്തശ്ശനോട് ശ്രീലക്ഷ്മിയുടെ കാര്യം പറയാനാണോ പ്ലാൻ? അതല്ല അപ്പോ, ഇന്ന് സന്ധ്യ വന്നു പോയതുകൊണ്ട് അമ്മാവന്റെ മനസ്സ് ശരിയല്ല, ദേഷ്യത്തിലായിരിക്കുന്നേ. മുത്തശ്ശന്റെ മനസ്സ് എപ്പോഴാ അമ്മയെ സമാധാനത്തോടെ ഇരുന്നിട്ടുള്ളത്? അമ്മ ഇങ്ങനെ മിണ്ടാതിരുന്നാലേ ദിവസം ഒരു ജാതകവും ഫോട്ടോ ആയിട്ട് അമ്മ എടുത്തേക്ക് തന്നെ മുത്തശ്ശൻ വരും. മുത്തശ്ശ ഏതെങ്കിലും ഒരു പെണ്ണിനെ സെലക്ട് ചെയ്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ, അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. സംഭവിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ചെന്ന് മുത്തശ്ശനോട് കാര്യം പറയും. ഈ അഗ്നിയെ സാക്ഷിയാക്കി ഞാൻ പറയുക, എന്റെ പേരക്കുട്ടിയുടെ കല്യാണം എന്റെ ആഗ്രഹപ്രകാരം തന്നെ നടക്കണം. ഈ മറവി എന്ന് പറയുന്നതും ഒരു അസുഖമാണ്. ഈ ഭയാനകമായ അസുഖമുള്ളത് വേറെ ആർക്കുമല്ല, എനിക്ക് തന്നെയാ. ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ മോളെ നീ ആരാ അങ്ങനെ ചോദിക്കുന്നതിന് മുമ്പ് അവളെ നിങ്ങളുടെ മകളാക്കണം. ഇപ്പോ മനസ്സിനോട് സംസാരിക്കാനുള്ള സമയമാണ്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തീരുമാനമെടുക്കുന്നതിലുള്ള സംശയം. നാളെ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കണോ അതോ ചപ്പാത്തി ഉണ്ടാക്കണോ എന്നത് മുതൽ ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലതെന്നത് വരെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്താ, സത്യമല്ലേ? എനിക്കും ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും സംശയങ്ങളാ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? നമുക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണോ കുഴപ്പം സംഭവിച്ചത് അതെല്ലാം ഓരോരോ പേപ്പറുകളിൽ എഴുതി എന്നിട്ടതൊരു ബൗളിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് കുലുക്കി ദൈവത്തിന് മുന്നിലേക്ക് വെക്കും. മനസ്സിന് ഭയമാണെന്നുണ്ടെങ്കിൽ ആ ഭാരം ദൈവത്തിന് മുന്നിലേക്ക് സമർപ്പിച്ച് നീ ഏതു വഴി കാണിച്ചു തരുന്നോ ആ വഴിയിൽ തന്നെ ഞാൻ നടന്നുകൊള്ളാമെന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് അതിൽ നിന്നൊരു കുറിപ്പെടുക്കും. ഞാൻ വിചാരിച്ചത് തന്നെ വന്നു കഴിഞ്ഞാൽ സന്തോഷം. അങ്ങനെയല്ലെങ്കിൽ ദൈവത്തിന് ഇതാണ് താല്പര്യമെന്ന് മനസ്സിലാക്കി ഞാനത് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ മനസ്സ് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടുപോയാൽ ഇത് ട്രൈ ചെയ്യൂ, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ദൈവമേ, നീ എന്ത് വഴിയാ കാണിച്ചു തരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രീയുടെ അച്ഛൻ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. ശരിയായ വഴി കാണിച്ചു തന്നു. ഇനി ഞാൻ ആലോചിച്ച് സമയം കളയില്ല. ഇപ്പൊ തന്നെ അമ്മാവനോട് സംസാരിക്കാൻ പോവാ. എന്നെ അനുഗ്രഹിക്കണേ. അപ്പു, ഒരു മിനിറ്റ് എന്റെ കൂടെ വന്നേ. എന്തിനാ അമ്മേ? വാ അപ്പു, മുത്തശ്ശനോട് ശ്രീയുടെ കാര്യം സംസാരിക്കണം.
വാ. രാത്രിയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് മഴയും ഉണ്ടാകും. എപ്പോ നമ്മുടെ ആചാരങ്ങളും സംസ്കാരങ്ങളും മറക്കുന്നുവോ അപ്പൊ ഇതുപോലെയൊക്കെ സംഭവിച്ചിരിക്കും. അമ്മാവാ. ആ തുളസി, നീ പോയി സ്ട്രോങ് ആയിട്ട് ഒരു കപ്പ് കാപ്പി എടുത്തോണ്ട് വാ. ആ ഒളിച്ചോടി പോയോള് വന്നതിന് ശേഷം തലയ്ക്ക് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചതുപോലെ. ശരി അമ്മാവാ. എന്താമേ, താഴെ ഇറങ്ങിയപ്പോ പുലിയെ പോലെയാണല്ലോ ഇറങ്ങിയത്. മുത്തശ്ശനെ കണ്ടപ്പോ എന്താ എല്ലാം മറന്നുപോയോ? ഇല്ല അപ്പോ, സംസാരിച്ചേ പറ്റുമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്ന് എന്തായാലും ഞാൻ സംസാരിച്ചിരിക്കും. അമ്മാവാ. അമ്മാവാ, അമ്മാവനോട് ഒരു കാര്യം സംസാരിക്കണം. അമ്മയും മോനും കൂടെ ഒരുമിച്ച് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു മാറ്റർ വലിയ സീരിയസ് ആണെന്ന് തോന്നുന്നല്ലോ. പറ. അമ്മാവാ, അത് അമ്മാവൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാൻ കാര്യം പറയാം. എന്ന് വെച്ചാൽ ഞാൻ ദേഷ്യപ്പെടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവസ്ഥയിൽ വരെ എത്തിയിരിക്കുന്നു നീ, അല്ലേ തുളസി? അയ്യോ, അങ്ങനെയൊന്നുമില്ല അമ്മാവാ. അത് ഞാൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് കേട്ടാൽ അമ്മാവൻ വിഷമിക്കുമെന്ന് വെച്ചാ. ശരി, എന്നാ പറയണ്ട വിട്ടോ. അമ്മേ, എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ നേരെ മാറ്ററിലേക്ക് വാ. പറയാതിരിക്കാൻ പറ്റില്ല അമ്മാവ. ഇത്രയും വർഷത്തിനിടയിൽ അമ്മാവനോട് പറയാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ശരിയാണ്, പറ. അത് നമ്മുടെ അപ്പു ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ വിഷമിക്കുമെന്ന് കരുതിയാ അവൻ 3 വർഷമായിട്ട് മറച്ചു വെച്ചത്. ഇന്നലെ എന്നോട് പറഞ്ഞത് പെൺകുട്ടി നല്ല കുട്ടിയാ അമ്മാവാ. എനിക്കും പരിചയപ്പെടുത്തി തന്നു. നല്ല സ്വഭാവം, നല്ല അച്ചടക്കം, നമ്മുടെ വീട്ടില് നല്ല മരുമകളായിരിക്കും അവള്. നിർത്ത്. ഇഷ്ടപ്പെട്ടവളാണ്, കുടുംബത്ത് കയറ്റാവുന്നവളാണ്. ഈ ദത്തനെ നിങ്ങൾ രണ്ടുപേരും കൂടി മണ്ടനാക്കുവാണോ? ഇല്ല അമ്മാവാ, ഞാൻ പറഞ്ഞത് സത്യോ. നമ്മുടെ സിദ്ധാർത്ഥ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. അമ്മ ഇല്ലാത്ത പെൺകുട്ടിയാ, വളരെ നല്ലവളാ. മതി, നിർത്ത്. എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട നീ. ആ ഒളിച്ചോടി പോയവൾക്ക് ഇവനും തമ്മിൽ ഇപ്പൊ എന്ത് വ്യത്യാസമുണ്ട്, പറ. അപ്പോ അങ്ങനെയല്ല അമ്മാവാ. അതുകൊണ്ടാണല്ലോ എല്ലാ കാര്യവും നമ്മളോട് തുറന്നു പറഞ്ഞത്. ദേവി ഇത് അമ്മാവാ, നല്ല മനസ്സോടുകൂടി ഈ കല്യാണത്തിന് സമ്മതിച്ച നമ്മുടെ അപ്പുവിന്റെ ജീവിതം നന്നായിരിക്കും. അതങ്ങ് ഉപേക്ഷിച്ചേക്ക്. എനിക്ക് തന്ന വാക്ക് ധിക്കരിച്ചിട്ട് വേറൊരു പെണ്ണിനെ സ്വീകരിച്ചാൽ ആ ജീവിതം നന്നാവോ? കള്ളത്തരം പറഞ്ഞ് പ്രേമിച്ചിട്ട് 3 വർഷം അവളെയും കൊണ്ട് ചുറ്റിക്കറങ്ങി അവസാനം അമ്മയുടെ അടുത്തൊന്ന് പറയുന്നു. ആ അമ്മ അവന് ബുദ്ധി ഉപദേശിക്കുന്നതിന് പകരം അവന് വക്കാലത്ത് പറഞ്ഞിട്ട് സംസാരിക്കുന്നു. എല്ലാം നീ തന്നെ തീരുമാനിക്കുമെങ്കിൽ മുതിർന്നവനെന്ന് പറഞ്ഞ് ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ക്ഷമിക്കമ്മാവാ, നമ്മുടെ അപ്പു ഇഷ്ടപ്പെട്ടു പോയി. നമ്മൾ എതിർക്കാതെ അവനെ ആശീർവദിച്ചാൽ അവൻ സന്തോഷമായിട്ടിരിക്കും. ആശീർവദിക്കണോ? കല്യാണം എപ്പോ നടത്താമെന്നാ തീരുമാനിച്ചിരിക്കുന്നേ? ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് കല്യാണത്തിന്റെ തീയതി നിങ്ങൾ തന്നെ നിശ്ചയിച്ചു കാണുമല്ലോ. ഇല്ല അമ്മാവാ, അമ്മാവൻ സമ്മതിച്ചതിന് ശേഷം ഡേറ്റ് ഫിക്സ് ചെയ്യാന്ന് വിചാരിച്ചേ. ശരി, കല്യാണം വേഗം നടത്താനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. എന്നാൽ അതിനു മുമ്പ് എന്റെ ശവം എടുക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. എന്റെ മുറിയിലുള്ള ആ തൂക്ക് കയറ് വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണെന്ന് കരുതിയോ നിങ്ങൾ? അയ്യോ അമ്മാവ, അങ്ങനെയൊന്നും പറയല്ലേ. അമ്മാവൻ സന്തോഷമായിട്ടിരുന്ന് കണ്ടാ മതി.
അമ്മാവ ഇത് നോക്ക്, നമ്മുടെ അപ്പുവിന് വേണ്ടി ദേവി ഇത് സമ്മതിക്കാം അമ്മാവ. അവന്റെ ഈ അമ്മയ്ക്ക് വേണ്ടി. ഈ ദത്തൻ ഒരിക്കൽ ശക്തമായ ഒരു തീരുമാനമെടുത്താൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. ആ പെണ്ണിനെ തന്നെ ഇവൻ കല്യാണം കഴിക്കുകയും വേണം. ഇല്ല എന്നുണ്ടെങ്കിലേ എന്റെ മകന്റെ ഫോട്ടോയ്ക്കടുത്ത് തന്നെ എന്റെ ഫോട്ടോയെ നിങ്ങൾക്ക് തൂക്കേണ്ടി വരും. അത് ഓർമ്മയിലുണ്ടാകണം. അമ്മാവ ഞാൻ സംസാരിക്കാം. അമ്മാവ അമ്മാവ ഞാൻ പറയുന്ന കേക്ക് അമ്മാവ. അമ്മാവ അമ്മാവ കഥ തുറക്ക്. അബി, മീറ്റിംഗ് കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു ചെറിയമ്മേ. ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്പർ 1 ആവുന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. വെരി ഗുഡ്. പ്രോഡക്റ്റിന് പബ്ലിസിറ്റി അത്യാവശ്യമല്ലേ? മാർക്കറ്റിൽ തിളങ്ങി നിൽക്കുന്ന സെലിബ്രിറ്റീസിനെ തന്നെ ബ്രാൻഡ് അംബാസഡർ ആക്കാൻ പോവാ. 3 ഹീറോയിൻസിനെ ഇപ്പൊ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡേറ്റ് നോക്കിയിട്ടുണ്ട് എല്ലാം ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ. 3 ആർ മൈ ഫേവറേറ്റ്സാ. വെരി ഗുഡ്. ഒരു മിനിറ്റ് അബി, അതുപോലെ നീ പോയി അച്ഛനോട് കൺഗ്രാറ്റ്സ് പറഞ്ഞേക്ക്. കൺഗ്രാറ്റ്സോ? എന്തിനാ ചെറിയമ്മേ? ഇനി പുള്ളിയുടെ കഫേ അടച്ചു പൂട്ടാൻ പോവാണോ അതോ കുക്കറി ഷോ അങ്ങ് മതിയാക്കാൻ തീരുമാനിച്ചോ? അങ്ങനെയൊന്നുമല്ല. അത് പിന്നെ കുറച്ച് ലേഡീസ് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് സാമ്പാർ പൗഡറും കൊണ്ട്. ഏട്ടനോട് അവര് ബ്രാൻഡ് അംബാസഡർ ആകാവോന്ന് ചോദിച്ചു. നിന്റെ അച്ഛൻ അതിന് സമ്മതിച്ചു. അതുകൊണ്ടാ. വാട്ട്? ബ്രാൻഡ് അംബാസഡറോ? ഹൗ? എന്താ ഇവിടെ നടക്കുന്നത്? അബി, ഇവൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അപ്പു ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. ഈ ദത്തൻ ഒരിക്കൽ ശക്തമായ ഒരു തീരുമാനമെടുത്താൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവനൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. ആ പെണ്ണിനെ തന്നെ ഇവൻ കല്യാണം കഴിക്കുകയും വേണം. ഇല്ല എന്നുണ്ടെങ്കിലേ എന്റെ മകന്റെ ഫോട്ടോയ്ക്കടുത്ത് തന്നെ എന്റെ ഫോട്ടോയെ നിങ്ങൾക്ക് തൂക്കേണ്ടി വരും. തട്ടിമുട്ടി എങ്ങനെയെങ്കിലും ഈ കല്യാണം ഫിക്സായി വന്നപ്പോ മുത്തശ്ശനൊരു വില്ലനെ പോലെ മുമ്പിൽ കയറി നിൽക്കുക. മുത്തശ്ശൻ സമ്മതിക്കാതെ അമ്മ സമ്മതിക്കില്ല. ഒളിച്ചോടി കല്യാണം കഴിക്കാൻ ശ്രീ സമ്മതിക്കില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് ശ്രീയുടെ അച്ഛനാണെങ്കിൽ എപ്പോ കല്യാണം എന്ന് ചോദിച്ച് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടിരിക്കുക. എങ്ങനെയാ മുത്തശ്ശനൊന്ന് സമ്മതിപ്പിക്ക? അതിനൊരു വഴിയില്ല. എങ്ങനെ ചോദിച്ചാലും വഴക്കുണ്ടാക്കും. സമ്മതമെന്ന വാക്കിന് സ്ഥാനമേ ഇല്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ തന്നെ ഇരുന്ന് ഞാൻ സമയം വേസ്റ്റ് ആവത്തേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല. നാളെ തന്നെ എൻ്റെ ശ്രീയുടെ കല്യാണം നടത്തണം. അതാരാ തടയുന്നെന്ന് എനിക്കൊന്ന് കാണണം. ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോ. നാളെ രാവിലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും തീർന്നിരിക്കണം. അച്ഛാ, കുതിരയെ വെച്ച് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റൂ അച്ഛാ? എൽ ഷേപ്പിലല്ലേ മൂവ് ചെയ്യാൻ പറ്റൂ? ഓഹോ, കുഴപ്പമില്ലല്ലോ. എന്റെ മോള് വളരെ അലർട്ടാണല്ലോ. ചുമ്മാ ഒരു ടെസ്റ്റ്, അത്രേ ഉള്ളൂ. ഗുരുവേ. ഓ ബോസ്. അല്ല സിദ്ധാർത്ഥോ, എന്താ പെട്ടെന്നൊരു എൻട്രി? എന്നോട് വരുന്ന കാര്യം ഫോൺ ചെയ്ത് പോലും പറഞ്ഞില്ലല്ലോ. എന്താ കാര്യം? എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നെ പറയാം. ആദ്യം സ്വീറ്റ്സ് എടുക്ക്. എന്താന്ന് വെച്ചാലേ നമ്മുടെ കല്യാണത്തിന് മുത്തശ്ശൻ ഗ്രീൻ സിഗ്നൽ തന്നു. റിയലി? അതെ ബോസ്. മുത്തശ്ശൻ ഹിറ്റ്ലർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തീർപ്പും പറഞ്ഞില്ലേ? എന്ത് പറയാനാ, നാളെ തന്നെ എന്റെ നിന്റെ കല്യാണം നടത്താന്ന് മുത്തശ്ശൻ സത്യം ചെയ്തിരിക്കുക.